ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തെല്ലാന്ന് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ നല്ല അടിപൊളി ഡിന്നർ കോംബോ ആണ് കേട്ടോ. നമ്മൾ കുറേ ആയല്ലേ കോമ്പിനേഷൻ റെസിപ്പീസ് കാണിച്ചിട്ടുള്ളത്, കുറേ റിക്വസ്റ്റും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വീട്ടിലെ ഡിന്നറിന് ഞാനും ഉമ്മയും കൂട്ടിയിട്ട് നല്ല കിഡിലൻ കോംബോ ആയിട്ട് ചിക്കൻ സ്റ്റ്യൂവും മടക്ക് ചപ്പാത്തിയില്ലേ, നമ്മുടെ പിയാപ്പിള ചപ്പാത്തി, അതും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പീസ് നിങ്ങൾക്കും കൂടി കാണിക്കാമെന്ന് വിചാരിച്ച്. ഭയങ്കര സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ചിക്കൻ സ്റ്റ്യൂവിൻ്റെ കൂടെ എന്തും കോമ്പിനേഷൻ ആണല്ലോ, നമ്മുടെ ബട്ടൂരി പൂരി എല്ലാം ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ ഇന്ന് മടക്ക് ചപ്പാത്തിയാണ് കേട്ടോ ഉമ്മ ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നത് മുന്നേ എനിക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മടക്ക് ചപ്പാത്തിയിലേക്കുള്ള മാവ് റെഡിയാക്കി വെക്കട്ടെ, എന്നിട്ട് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ഇന്ന് ഉമ്മയാണ് മടക്ക് ചപ്പാത്തി ഉണ്ടാക്കുന്നത്, ഞാൻ കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതാ ഈ ഒരു ബൗളിലേക്ക് നിങ്ങൾ എത്രയാണോ വീട്ടിൽ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഗോതമ്പ് പൊടി എടുക്കുന്നത് അതിനനുസരിച്ച് എടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് മൈദയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക. പക്ഷേ മൈദയുടെ ചേർക്കുമ്പോൾ ഒന്നൊരു എക്സ്ട്രാ ടേസ്റ്റും ഒരു എക്സ്ട്രാ സോഫ്റ്റും എല്ലാം കിട്ടും കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇതുപോലെ മടക്ക് ചപ്പാത്തി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മൈദ എന്തായാലും ചേർക്കലുണ്ട്. പിന്നെ എപ്പോഴും നോർമൽ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ആട്ടയിൽ തന്നെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ ഇതാ ഉമ്മ 2 പൊടിയും ഇട്ട് കൊടുത്ത് ഒരല്പം ഉപ്പ് ഇട്ടിട്ട് ഇതാ പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചപ്പാത്തി കുഴക്കുമ്പോൾ എപ്പോഴും എല്ലാവരും പറയുമല്ലോ, അത് കുഴച്ചെടുക്കുന്ന രീതി പോലെ ഇരിക്കും നമ്മുടെ ചപ്പാത്തി നന്നായിട്ട് കിട്ടുക എന്നുള്ളത്. അതുപോലെ തന്നെ അധികം സമയം എടുത്തിട്ടുണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പം മാവിൻ്റെ ഒരു അളവ് ഞാൻ പറയാതെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ എല്ലാവർക്കും പൊതുവെ എടുക്കുന്ന അളവിലല്ലേ എടുക്കുക, അതുകൊണ്ടാണ്. നമ്മളിപ്പോൾ കുറച്ചധികം തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ കുഴക്കുമ്പം പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഓവർ ടൈറ്റായിട്ട് കുഴച്ചെടുക്കാതെ കുറച്ചൊരു ലൂസോടുകൂടി നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കുക. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ചപ്പാത്തിക്കും സോഫ്റ്റ്നെസ് കൂടും കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ ഉമ്മ ഇവിടുന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടെ. അപ്പോൾ ഇതുപോലെ ഉമ്മ കുഴച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു സോഫ്റ്റ്നെസ്സിൽ കേട്ടോ. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കറി ആക്കുന്നവരെ അവിടെ തന്നെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക കേട്ടോ, അതിനനുസരിച്ച് നന്നായിട്ട് കിട്ടുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇനി ഇതൊരു സൈഡിലേക്ക് വെക്കട്ടെ. ഇനിയിപ്പോൾ അടുത്തത് എൻ്റെ പരിപാടിയാണ് കേട്ടോ, ചിക്കൻ കറി ഉണ്ടാക്കണം, നമ്മുടെ ചിക്കൻ സ്റ്റ്യൂ. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് മെയിനായിട്ട് വേണ്ടുന്നത്, ബാക്കിയുള്ളത് നമുക്ക് കറി ഉണ്ടാക്കുമ്പോൾ വേണ്ടുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആദ്യം തന്നെ ഒരു 1,500 1.5 കിലോ വെയിറ്റ് വരുന്ന ചിക്കൻ എടുത്തിട്ടുണ്ട്. നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളം നന്നായിട്ട് ഊറ്റിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ചിക്കൻ സ്റ്റ്യൂക്ക് പൊതുവേ ചിക്കൻ അങ്ങനെ ഓവർ വലുപ്പത്തിൽ കട്ട് ചെയ്യില്ല കേട്ടോ, ഈ ഒരു വലുപ്പം മതി കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളിയാണ്. അപ്പോൾ പച്ചമുളക് നമ്മൾ വേറെ എരിവിനായിട്ടൊന്നും ചേർക്കില്ലല്ലോ, കുരുമുളക് മാത്രമേ ചേർക്കുള്ളൂ. അതുകൊണ്ട് എത്രത്തോളം വേണം അതിനനുസരിച്ച് എരിവിന് നോക്കിയിട്ട് എടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് വെളുത്തുള്ളി, ചിലവർ ഒട്ടും തന്നെ വെളുത്തുള്ളി ഇടൂല ചിക്കൻ സ്റ്റ്യൂവിൽ, ഞാൻ ഒരൽപ്പം ഇടാറുണ്ട് കേട്ടോ ചിക്കൻ്റെതായതുകൊണ്ട് തന്നെ. പിന്നെ ഒരു പീസ് അളവിൽ ഇഞ്ചിയും, പിന്നെ ഒരു കുഞ്ഞ് തക്കാളിയും, പിന്നെ ഒരു 2 ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഒരു ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിനി സവാള വേണം, ഒരു 3 സവാള ഇതുപോലെ നേരിയതായിട്ട് നീളത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ സവാള 3 വലിയ സവാള തന്നെ എടുത്തിട്ടുണ്ട്, കാരണം 1.5 കിലോ ചിക്കൻ വരുന്നുണ്ടല്ലോ. പിന്നെ നമുക്ക് മെയിനായിട്ട് സ്റ്റ്യൂവിലേക്ക് വേണ്ടുന്നതായിട്ടാണല്ലോ അറിയാലോ, തേങ്ങാപ്പാലാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ 1.5 മുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ഫുൾ തേങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഹാഫും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫുൾ തേങ്ങ എന്ന് പറയുമ്പോൾ അങ്ങനെ ഓവർ വലുപ്പമില്ല കേട്ടോ, മീഡിയം സൈസ് വലുപ്പമുള്ള തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ചിരകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തേങ്ങാപ്പാൽ 1-ാം പാലും 2-ാം പാലും ആക്കിയിട്ട് തന്നെ എടുക്കുക കേട്ടോ, അപ്പോൾ അതിനനുസരിച്ച് ടേസ്റ്റ് കൂടും. അപ്പോൾ ഉമ്മ ഇവിടുന്ന് തേങ്ങാപ്പാൽ എടുത്തിരുന്നുണ്ട്. ഉമ്മ പറഞ്ഞ് ഞാൻ എടുത്തുതരാം, നീ പെട്ടെന്ന് തന്നെ കറിൻ്റെ പരിപാടി നോക്കിക്കോ, കാരണം രാത്രി ഫുഡിന് ഉണ്ടാക്കുന്നേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് പരിപാടി കഴിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഉമ്മ അവിടുന്ന് തേങ്ങാപ്പാൽ എടുക്കട്ടെ. അപ്പോൾ ഫസ്റ്റ് 1-ാം പാലും 2-ാം പാലും എന്തായാലും എടുക്കുക കേട്ടോ, എങ്കിൽ കറിക്കൊരു സ്പെഷ്യൽ ടേസ്റ്റ് കൂടും. അപ്പോൾ നമുക്കിനി പെട്ടെന്ന് തന്നെ കറി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. ഞാനിവിടെ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ചൂടായ സമയത്ത് ഞാൻ ഇതിലേക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്, സൺഫ്ലവർ ഓയിൽ. അതുപോലെ തന്നെ ഞാൻ ഈ ചെയ്യുന്നത് ഇപ്പോൾ കുക്കറിലല്ലേ ചെയ്യുന്നത്, നിങ്ങൾക്ക് കുക്കറിൽ ചെയ്യാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഈ സെയിം സ്റ്റെപ്പ് തന്നെ പാനിൽ ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായ സമയത്ത് ഞാൻ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ തന്നെ ഒരല്പം ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അത്യാവശ്യം ചെറിയൊരു ബ്രൗൺ കളറായി വരുന്നവർ തന്നെ നല്ലപോലെ തന്നെ വഴറ്റിയെടുക്കുക കേട്ടോ.
അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഈ ഒരു കളറായി വരുന്ന നേരത്തെ തന്നെ വഴറ്റിയെടുക്കണേ. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകില്ലേ, അത് മൂന്നും ഞാൻ ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഓവർ അങ്ങനെ പേസ്റ്റ് ആക്കണ്ട കേട്ടോ, അപ്പോൾ ഒട്ടും തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല. ഒന്നങ്ങ് ചതച്ചെടുത്തിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ, അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കോട്ടെ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വാട്ടിയെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ചിക്കനില്ലേ, അത് മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും പിന്നെ തക്കാളിയും എല്ലാം കൂടി ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് കുറച്ചധികം തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് ഒരു ചെറിയ പീസ് അളവിൽ പട്ടയും അതുപോലെ തന്നെ ഒരു 3-4 ഗ്രാമ്പും കേട്ടോ. അതിൽ കൂടണ്ട, ഓവർ കൂടിക്കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ ഇത്രയും സാധനം ഇട്ടിട്ട് പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. നമ്മൾ ആദ്യം കുറച്ചല്ലേ ഇട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യട്ടെ. അപ്പോൾ ഇതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഞാനൊരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങയില്ലേ, അതിൻ്റെ 2ാം പാലാണ് ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 2ാം പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ ഉപ്പ് ചെക്ക് ചെയ്തിട്ട് പാകത്തിനാക്കി വെക്കുക. കാരണം ഇനിയിപ്പോൾ നമ്മളിത് വേവിക്കാൻ പോവാണ്. അതുപോലെ തന്നെ ഈ ഒരു ടൈമിൽ എരിവ് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, നോക്കിക്കഴിഞ്ഞാലും മനസ്സിലാവും. എരിവ് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ ഒരു 3-4 പച്ചമുളകും കൂടി ക്രഷ് ചെയ്തിട്ട് ഒന്ന് ഈ ഒരു ടൈമിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കാരണം നമ്മൾ വേറെ ഇതിലൊരു പൊടികളും ചേർക്കുന്നില്ലല്ലോ, എരിവിന് കുരുമുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കുക്കർ അടച്ചു വെച്ച് കൊടുക്കാൻ പോവുകയാണ്. പിന്നെ ചിലവർ നമ്മുടെ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കുന്ന ടൈമിൽ ഞാനിപ്പോൾ 2ാം പാൽ ഒഴിച്ചില്ലേ, അതിന് പകരം പച്ചവെള്ളം ഒഴിച്ചിട്ട് തന്നെ വേവിക്കാറുണ്ട്. പക്ഷേ എനിക്ക് ഒന്നുകൂടി ഇങ്ങനെയാണ് കേട്ടോ, ഇതിനൊരു എക്സ്ട്രാ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചിക്കനല്ലേ, അതുകൊണ്ട് തന്നെ 2 വിസിൽ, ഭയങ്കര മൂപ്പുള്ള ചിക്കനാണെങ്കിൽ ഏറിപ്പോയ 3 വിസിൽ, അതിൽ കൂടുതൽ ഒട്ടും തന്നെ വേണ്ട. ഞാനിപ്പോൾ 2 വിസിലേ അടിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുന്ന ചിക്കൻ അനുസരിച്ച് നോക്കിയിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടുന്ന ഐറ്റം കാഷ്യൂ ആണ്, അണ്ടിപ്പരിപ്പ്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 18-20 എടുത്തിട്ടുണ്ട്. ഒരു 5-10 മിനിറ്റ് മുന്നേ കുറച്ച് പച്ചവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് പേസ്റ്റ് ആക്കിയിട്ട് മാറ്റണം. അപ്പോൾ ആദ്യം വെള്ളമില്ലാതെ അരക്കുക, എന്നിട്ട് ബാക്കി വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് അരച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ കാഷ്യൂ നന്നായിട്ട് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു ടൈമിൽ തന്നെ നമ്മുടെ കുക്കറിലെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് അടപ്പ് തുറന്നിട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അങ്ങനെ ഓവർ വെള്ളമായിട്ടും ഇല്ല കേട്ടോ, കറക്റ്റ് പാകത്തിനേ വെള്ളമുള്ളൂ. അപ്പോൾ ഈ ഒരു ടൈമിൽ ചിക്കൻ്റെ മുകളിലോളം നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ചെടുക്കണേ കുറച്ച് വെള്ളം, എന്നിട്ട് 1ാം പാൽ ഒഴിക്കുക കേട്ടോ. അല്ലെങ്കിൽ ഓവർ കറി ലൂസായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉരുളക്കിഴങ്ങും ഒന്നും വെന്തുടഞ്ഞിട്ടില്ല കേട്ടോ, എല്ലാം കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഉപ്പൊക്കെ ഒന്ന് നോക്കുക. ഇനിയിപ്പോൾ നമുക്ക് 1ാം പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അടുത്തത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ട് തേങ്ങയുടെ 1ാം പാൽ മൊത്തത്തിൽ ഒഴിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല കട്ടി വേണം കേട്ടോ, എങ്കിലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ കറി ഒരു വെള്ളം പോലെയായിട്ട് ഒരു വെള്ളത്തിൻ്റെ ഒരു ടേസ്റ്റ് ആയിരിക്കും മുന്നിൽ നിൽക്കുക. അപ്പോൾ ഇതിപ്പോൾ കറക്റ്റാണ്. ഈ ഒരു ടൈമിൽ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നന്നായിട്ട് കുറച്ച് വെക്കുക കേട്ടോ, 1ാം പാൽ ഒഴിക്കുന്ന ടൈമിൽ. കാരണം ഓവർ തിളക്കാൻ പാടില്ലല്ലോ, അപ്പോൾ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം നമ്മൾ കാഷ്യൂ അരച്ചത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എൻ്റെ ആ ജാറിൽ തന്നെ നമ്മുടെ കാഷ്യൂ കുതിർത്ത കുറച്ച് വെള്ളം കൂടി ഉണ്ടായിരുന്നു, അതും കൂടി മിക്സ് ആക്കിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് കുരുമുളക് ഇട്ട് കേട്ടോ. അപ്പോൾ അത് എരിവ് നിങ്ങൾ നോക്കിയിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. കാരണം കറക്റ്റ് ഒരു അളവ് പറയാൻ പറ്റില്ല. സ്റ്റ്യൂ എന്ന് പറയുന്നത് കുറച്ച് കുരുമുളകിൻ്റെ ആ ഒരു കുത്തലൊക്കെ കുറച്ച് മുന്നിൽ നിൽക്കണം. പക്ഷേ വീട്ടിൽ കുട്ടികളിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല. ലാസ്റ്റ് ഇതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഞാൻ ഈ ഒരു ടൈമിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഉപ്പ് എരിവും ഒക്കെ ചെക്ക് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നിങ്ങൾ ഒരുപാട് ടൈം വെക്കണ്ട, ഓവർ തിളച്ച് വരാനും പാടില്ല. നമ്മൾ തുടങ്ങുന്ന ആ ഒരു സ്റ്റാർട്ടിങ് ഇല്ല, ചെറുതായിട്ട് ബബിൾസ് എല്ലാ സൈഡിൽ നിന്ന് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തുടങ്ങുന്ന ആ ഒരു സ്റ്റേജ്, ആ ഒരു സമയം പപ്പട് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഉടനെ തന്നെ
അല്ലെങ്കിൽ പാല് പിരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിതിപ്പോൾ തിക്നെസ്സും കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. ഇനിയിപ്പോൾ ഒന്ന് തിള വരുന്ന സമയത്ത് ഒന്ന് ഓഫാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ടൈം കഴിഞ്ഞിട്ടല്ലേ നമ്മൾ എന്തായാലും ഇത് സെർവ് ചെയ്യും. കഴിക്കുന്ന സമയം ആകുമ്പോഴത്തേക്ക് നല്ല കുറച്ചുകൂടി ഒന്ന് സെറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിത് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും, സൈഡിൽ നിന്നൊക്കെ കണ്ടില്ല, എല്ലാ ഭാഗത്തു നിന്ന് ചെറുതായിട്ട് തിളയങ്ങ് തുടങ്ങുന്നുണ്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ തന്നെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് സെർവ് ചെയ്യുന്ന സമയത്താകുമ്പോഴേക്ക് ഒന്നുകൂടി സെറ്റാവും കേട്ടോ. അപ്പോൾ ആ ഒരു ടൈം കൊണ്ടിൽ ഉമ്മ ഇവിടുന്ന് ഞാൻ കറിയാക്കുന്ന സമയം കൊണ്ട് തന്നെ ഉമ്മ ചപ്പാത്തിക്കുള്ള ഓരോരോ ബോൾസൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട്, ഉരുട്ടി വെക്കുന്നുണ്ട്. അപ്പോൾ നോർമൽ ചപ്പാത്തിയുടെ ആ ഒരു വലുപ്പത്തിൽ തന്നെ എടുക്കട്ടെ, ഇതിനായിട്ട് അങ്ങനെ സ്പെഷ്യലൊന്നുമില്ല. അങ്ങനെ ഓരോരോ ബോൾസാക്കി വെച്ചതിന് ശേഷം ഉമ്മ ആദ്യം തന്നെ ചപ്പാത്തി ഒന്ന് പരത്തുന്നുണ്ട് കേട്ടോ. നമ്മൾ നോർമൽ ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ ആദ്യം ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ഇവിടെ അരിയത്ത് നിങ്ങളൊരു സ്റ്റീൽ ബൗളിൽ കാണുന്നില്ലേ, കുറച്ച് നെയ്യാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. നമ്മുടെ 6 kg മെൽറ്റ് ചെയ്തതാണ് കേട്ടോ. അത് 6 kg മിൽമയുടെ നെയ്യ് ഏതെങ്കിലും എടുക്കുക കേട്ടോ, ഓയിൽ എടുക്കണ്ട, അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. എന്നിട്ട് ആദ്യം തന്നെ മിഡിലായിട്ട് നന്നായിട്ട് നെയ്യ് തടവിയതിന് ശേഷം പിന്നെ ഒരു സൈഡ് ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് തടവുക. എന്നിട്ട് അടുത്ത സൈഡ് ഇങ്ങോട്ടേക്ക് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും കുറച്ച്, എന്നിട്ട് നേരെ ഇങ്ങനെ ഒരു ബോക്സ് ആക്കി നമുക്ക് മാറ്റണം കേട്ടോ. ഇങ്ങനെയും ഫോൾഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മുകളിലും കുറച്ച് നെയ്യ് തടവുക. എന്നിട്ട് അടുത്ത സൈഡ് കൊണ്ട് ഇതുപോലെ ബോക്സ് ആക്കി മാറ്റുക കേട്ടോ. അപ്പോൾ ആ ഒരു മടക്ക് പോലെ ഉമ്മ കുറച്ചവിടെ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, നെയ്യൊക്കെ പുരട്ടിയിട്ട്. എന്നിട്ട് ഇതാ ഉമ്മ പരത്താൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. പരത്തുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു മടക്കിൻ്റെ ഷേപ്പ് തന്നെ മീൻസ് സ്ക്വയറായിട്ട് തന്നെ പരത്തിയെടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാ സൈഡും അങ്ങനെ പെർഫെക്റ്റ് സ്ക്വയർ ഒരേ ഷേപ്പ് കിട്ടുമൊന്നുമില്ല കേട്ടോ. ചില സൈഡ് വെലിനൊക്കെ പോകും, കാരണം ഗോതമ്പ് പൊടിയില്ല, അതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതുപോലെ ആ ഒരു ഷേപ്പ് തന്നെ നല്ല ഭംഗിയിൽ പരത്തിയെടുക്കാൻ പറ്റുന്ന പോലെ പരത്തിയെടുക്കുക. എന്നിട്ട് ചുട്ടെടുക്കുക. പിന്നെ കാര്യമെല്ലാം പരിപാടി സാധാ ചപ്പാത്തി ചുട്ടെടുക്കുന്ന പോലെ തന്നെ ചുട്ടെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഉമ്മ പാൻ വെച്ച് കൊടുത്തിട്ട് ചപ്പാത്തി ചുട്ടെടുക്കാൻ പോവുകയാണേ. അപ്പോൾ നോർമൽ ചപ്പാത്തി എങ്ങനെയാണോ ചുട്ടെടുക്കുന്നത് അതുപോലെ തന്നെ, പക്ഷേ നമ്മൾ ഓയിലും വെളിച്ചെണ്ണയും യൂസ് ആക്കണ്ട കേട്ടോ, നെയ്യ് തന്നെ ഉപയോഗിക്കാം. നെയ്യ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ മാത്രം ഓയിൽ ഉപയോഗിച്ചാൽ മതിയേ. എന്താണെന്ന് വെച്ചാൽ നെയ്യിൽ ചെയ്യുമ്പോഴാണ് ഈ ഒരു പിയാപ്പിള ചപ്പാത്തി അല്ലെങ്കിൽ മടക്ക ചപ്പാത്തിക്ക് ഒറിജിനൽ ടേസ്റ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ സാധാ ചപ്പാത്തി പോലെ തന്നെ ഇതുപോലെ തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് പൊങ്ങി വരുന്ന സമയത്ത് 6 kg മിൽമയുടെ നെയ്യോ ഏതെങ്കിലും ഒരു നെയ്യ് യൂസ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഉമ്മ ചുടാൻ വേണ്ടി നിൽക്കല, ഞാനാണ് ഇനി ബാക്കി മൊത്തത്തിൽ പരത്തി കൊടുക്കാൻ വേണ്ടി പോകുന്നത്. കാരണം ഒരാൾ പൊതുവേ വീട്ടിൽ ചെയ്യുമ്പോൾ ഇങ്ങനെയല്ലേ നല്ലത്, ഒരാൾ ചുടുക ഒരാൾ പരത്തുകയും ചെയ്യുമ്പോൾ 10 മിനിറ്റ് കൊണ്ട് പരിപാടി ചെയ്യും അല്ലേ. അപ്പോൾ മാഷാല്ലാ നന്നായിട്ട് തന്നെ പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. ചപ്പാത്തി നമ്മളിങ്ങനെ ചുടുന്ന സമയത്ത് പൊങ്ങി വരുന്ന കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചുട്ടെടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളെ പുയ്യാപ്പിള ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്, അല്ലെ മടക്കി ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് ഇതാ ഞാൻ ഇവിടുന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. ഉമ്മ ഇനി ഓരോന്നോരോന്നായിട്ട് പെട്ടെന്ന് ചുട്ടെടുക്കാൻ പോവുകയാണ്, കാരണം വേഗം കഴിയുമല്ലോ അങ്ങനെ ചെയ്യുന്ന സമയത്ത്. അതുപോലെ തന്നെ വേറൊരു കാര്യം, ഇതിനെങ്ങനെ പുതിയാപ്പിള ചപ്പാത്തി എന്നും പേര് വന്നിട്ടില്ലെന്ന് വെച്ചാൽ എല്ലാവരുടെയും അങ്ങനെ ഉണ്ടോ എന്നുള്ളത് അറിയില്ല കേട്ടോ. നമ്മുടെ ഭാഗത്തൊക്കെ ഇങ്ങനെ വന്നിട്ടില്ല എന്നുള്ളത്, നമ്മുടെ പുതിയാപ്പിളമാർക്ക് പണ്ട് കാലത്തൊക്കെ വീട്ടിൽ വരുന്ന സമയത്ത് സാധാ നോർമൽ ചപ്പാത്തി ചുട്ടുകൊടുക്കൂല പോലും, ഇങ്ങനെ നെയ്യൊക്കെ തടവി 4 കോണാക്കി പരത്തി ഈ ഒരു രീതിക്കേ പോലും ചുട്ടുകൊടുക്കുള്ളൂ. എൻ്റെ ഉമ്മ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ പോലും ഇത് പുതിയാപ്പിള ചപ്പാത്തി എന്ന് പേര് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരുടെയും അങ്ങനെ ഉള്ളതെന്ന് അറിയില്ല, അങ്ങനെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. ഇപ്പം പിന്നെ അങ്ങനെ കണക്കൊന്നുമില്ല, പുതിയാപ്പിള ആയാലും ആരായാലും എല്ലാവർക്കും നമുക്ക് എപ്പോഴും എങ്ങനെയാണ് സമയവും ഇഷ്ടമുള്ളത് അങ്ങനെ അങ്ങ് പരത്തിച്ചുവിടൽ തന്നെ അല്ലേ. അങ്ങനെ നോർമലായിട്ട് അങ്ങനെ കണക്കും കാര്യങ്ങളൊന്നും ഇല്ല, പണ്ടത്തെ കാലത്തെ കഥയാണ്. അപ്പോൾ ഇതാ ഞാൻ ബാക്കിയുള്ളത് ഉമ്മ ഇവിടുന്ന് ചുടുന്നുണ്ട്, ഞാൻ ഇവിടുന്ന് പരത്തുന്നുണ്ട്. അപ്പോൾ ഇത്രയും നമ്മുടെ ചിക്കൻ സ്റ്റൂയും പിയാപ്പിള ചപ്പാത്തിയും മടക്കി ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്യട്ടെ. അപ്പോൾ ചിക്കൻ സ്റ്റൂ കണ്ടില്ലേ കുറച്ചുകൂടി ഒന്ന് തിക്കാമല്ലോ, നമ്മൾ നേരത്തെ ഓഫ് ചെയ്ത പോലെയല്ലല്ലോ ഉള്ളത്. അപ്പോൾ എന്തായാലും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കട്ടെ. ആ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്